പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരുക്കുന്ന ദിവസമാണല്ലോ ഈ ദിവസം. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണല്ലോ. നമ്മൾ കൂടുതൽ ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിലേക്ക് വന്ന് എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് ആദ്യമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ നവചൈതന്യത്താൽ നമ്മൾ നിറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പൈതലായി, ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നത്. റോമാലേഖനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ വീണ്ടും നിങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി തീരുവാൻ വേണ്ടി അവിടുത്തെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം, പൗലോസ് റോമാലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിലൂടെ അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് അത് നമ്മുടെ ബലഹീനമായ ശരീരത്തിലേക്കും ബലഹീനമായ മനസ്സിലേക്കും ബലഹീനമായ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്കും ആത്മാവിൻ്റെ ശക്തി വന്ന് നിറയുക എന്നുള്ളതാണ്. നമ്മളുടെ സാഹചര്യങ്ങളെ ഏതു തന്നെയായാലും ആത്മാവ് അതിനെ രൂപാന്തരപ്പെടുത്തി മാറ്റിക്കൊള്ളും. നമ്മുടെ പഴയ നിയമ കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച സമയങ്ങൾ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. പല സമയങ്ങളിലും അവിടെയെല്ലാം ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വന്നത് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളായിരിക്കാം. മനുഷ്യന് അത് ഒരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, ജോസഫിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്ന ജോസഫ് തൻ്റെ സഹോദരന്മാരെ ചേർത്ത് നിർത്തി. അതിനുശേഷം ഈജിപ്തിൽ അവർ വസിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഈജിപ്തിലെ ഭരണാധികാരികൾ മാറി മാറി വന്നു. അവസാനം ജോസഫിനെയോ പിൻഗാമികളെയോ ഓർക്കാത്ത ഒരു ഭരണ സംവിധാനം അവിടെ കടന്നു വന്നു. നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിൽ അവർ 400 വർഷം ദൈവത്തിൻ്റെ മക്കൾ അടിമകളായിത്തീർന്നു. അതിൻ്റെ പിന്നിലുള്ള ദൈവിക രഹസ്യം കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞ വാഗ്ദാനമാണ്: നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ഇവരെ ദൈവം 400 വർഷം അടിമകളായി അവരെ വർദ്ധിച്ചു. മോശയുടെ നേതൃത്വത്തിൽ അവരെ വന്നപ്പോൾ വലിയൊരു ജനതയായി അവർ രൂപാന്തരപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൽ തന്നെ കാണുന്ന നോക്കി, അവർ ഏകദേശം 40 ദിവസം കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്താണ് 40 വർഷമെടുത്ത് യാത്ര ചെയ്തത്. അപ്പോൾ മനുഷ്യൻ്റെ കാൽപ്പിച്ചപാടുകളും മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്ക് ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ നമ്മെ സമൂഹത്തെ നയിക്കും. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിനായിട്ട് നമുക്ക് തന്നെ സമർപ്പിക്കാം. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് അതിനെല്ലാം ദൈവം ഉപരിയാ നന്മയ്ക്കായിട്ട് മാറ്റാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ഈശോയുടെ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ മേൽ ശക്തമായ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഒഴുക്കും. അപ്പോൾ നമ്മൾ അറിയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കാം ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നത്. ആത്മാവ് നമ്മെ നയിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ബുദ്ധിയുടെ മേഖലയിൽ ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നത്. നിമിഷങ്ങളിൽ ആത്മാവ് പലതരത്തിലൂടെ നമ്മെ നയിക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മെ പൂർണ്ണമായും ഈ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആത്മാവിന് വഴി നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിലേക്ക് വന്ന് നിറയണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറയണമേ. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോഴാണ് നിത്യജീവൻ നമ്മുടെ ഇതിലേക്ക് ലഭിക്കുന്നത്. പലർക്കും ഇപ്പോഴും
ഈ കഴിഞ്ഞ ദിവസവും സംസാരിച്ചപ്പോൾ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തിത്വ ആത്മീയ ജീവിതത്തിൽ നയിക്കുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും തൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ആ വ്യക്തിക്കില്ല. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മാവ് ലഭിക്കുന്നത്? ഞാൻ എപ്പോഴാണെന്ന് പറഞ്ഞാൽ, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിൽ തന്നെ ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ വ്യക്തിയിലേക്ക് കർത്താവ് നിക്ഷേപിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, ഞാൻ നിഗൂഢതയിൽ ഉരുവാകുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ വീക്ഷിച്ചിരുന്നപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ അവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനുഷ്യന് ആത്മാവ് നൽകപ്പെടുകയാണ്. മനസ്സ് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ആത്മാവ് രൂപപ്പെടുക എന്നുള്ളതാണ് സത്യം. മനസ്സ് രൂപപ്പെടുന്നത് ഏകദേശം 1-2 ദിവസങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ മനസ്സ് രൂപപ്പെടുന്നു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതിനു മുമ്പ് തന്നെ ആത്മാവ്, ആ ഒരു ദൈവം ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചേരുന്ന സമയത്ത് തന്നെ ആ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ കടന്നു വരുന്നു. അതുകൊണ്ടാണ് തിരുസഭ അബോർഷനൊക്കെ ഇത്രയും വിലയുള്ള അബോർഷനൊക്കെ വലിയ പാപമായിട്ട് കാണുന്നത്. മനുഷ്യജീവന് വിലയുള്ളതായിട്ട് കാണുന്നതും അബോർഷനൊക്കെ വലിയ തെറ്റായിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. കാരണം അവിടെ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ വിട്ടുകഴിഞ്ഞു. ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും ഉൾച്ചേരുന്ന സമയമാണ്. അതാണ് ദൈവം പറഞ്ഞത്, നമുക്ക് നമ്മളുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഈ ആത്മാവിന് ഒരിക്കലും, നമ്മൾ ഓർക്കുക, ഈ ആത്മാവിന് ഒരിക്കലും മരണമില്ല. ഈ ആത്മാവ് നിത്യതയിലേക്ക് കടന്നു വരുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. ഈ ആത്മാവിന് ഒരിക്കലും മരണമില്ല. അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. നിത്യജീവൻ നൽകുവാനായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ഒരുപക്ഷെ സ്വർഗത്തിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ സ്വർഗരാജ്യത്തിലായിരിക്കാം. അല്ലെങ്കിൽ പാപം മൂലം നശിക്കപ്പെട്ട ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു വരുന്നു. ആത്മാവിനൊരിക്കലും മരണമില്ല. നമ്മൾ ഒന്നെങ്കിൽ നിത്യസ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക്. അതിൽ നിന്ന് മോചനമില്ല എന്നുള്ളതാണ് തിരുസഭയുടെ പഠനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ആത്മാവിനെ മുതുജീവൻ നൽകുവാൻ സാധിക്കുന്ന പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ, നമുക്ക് പുതിയ സാഹചര്യവും പുതിയ അഭിഷേകവും തരുന്ന ആ ദൈവിക സാന്നിധ്യത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മെ പരിശ്രമിച്ചുകൊണ്ട്, ദൈവാത്മാവെ എൻ്റെ ആത്മാവിൽ വന്ന് വാഴണമേ, എൻ്റെ മനസ്സിലേക്ക് വന്ന് വാഴണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തിലേക്ക് നമ്മുടെ സാഹചര്യങ്ങളെ അധീനമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും. ഇന്ന് വരെയും പ്രാർത്ഥിക്കുന്ന സാധ്യതകളിലേക്ക് ആത്മാവ് കടന്നു വന്നിട്ടുണ്ട്. അത് കടന്നു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുക. അപ്പോൾ തമ്പുരാൻ നമ്മളോട് നമ്മെ ബലപ്പെടുത്തും. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം പുതിയ അഭിഷേകമായി, പുതിയ സാന്നിധ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നവചൈതന്യം നമ്മുടെ ആത്മാവിലേക്ക് വരുവാനായിട്ട് നമുക്കൊന്ന് ചേർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ജീവൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ഞങ്ങളുടെ ആത്മാവിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളുടെ ചിന്തകളിലേക്കും ഭാവനകളിലേക്കും വന്ന് നിറയണമേ. ഞങ്ങളുടെ ആന്തരിക മനുഷ്യരിലേക്ക് നിറയണമേ. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യരിലേക്ക് നിറയണമേ. ഒന്ന് ചേർന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിലെ ശക്തി നിങ്ങളുടെ ജീവിതത്തിന് മേൽ കടന്നു വരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ വക്താക്കളായി തീരുവാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പുതിയ അഭിഷേക ശക്തി ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.